റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഖുർആൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹദ്ദാദ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ മുഴുവനും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. താജുസ്സലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെ മുന്തിയ മിസ്ല സവാബ് ഞങ്ങളെ ഹബീബായ കരളിൻ്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ ഹളറാത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരുടെ തണൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ലോകത്ത് എമ്പാടുമുള്ള മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, മഹദിമാർ അവരുടെ ഹളറാത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ മദദും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് സ്വീകരിച്ച് ഞങ്ങളെ മദനീയത്തിൽ പങ്കെടുക്കുന്നവർ ധാരാളം ആളുകൾ. അല്ലാഹുവേ, പല നിലക്കുള്ള മുറാദുകൾ ഉള്ളവരുണ്ടല്ലോ അല്ലാഹ്. രോഗികളുണ്ടല്ലോ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ടല്ലോ അല്ലാഹ്. വിവാഹപ്രായമായവരുണ്ടല്ലോ അല്ലാഹ്. മക്കളെ കാര്യമോർത്ത് കരയുന്ന ഉമ്മമാരുണ്ടല്ലോ അല്ലാഹ്. അല്ലാഹുവേ, കടമുള്ളവരുണ്ടല്ലോ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ടല്ലോ അല്ലാഹ്. ജയിലുകളിൽ അകപ്പെട്ടവരെ ഓർത്ത് കരയുന്ന മക്കളും മാതാപിതാക്കളും ഭാര്യമാരും ഉണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ, ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. വഴികൾ തുറന്നു തരണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. ഗർഭിണിയായ സഹോദരിമാര് അല്ലാഹുവേ, ഹാർട്ട് ബീറ്റിന്റെ പ്രശ്നങ്ങൾ പറയുന്നു, ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. അല്ലാ, നീ പരിഹരിക്കണേ അല്ലാഹ്. നാളെ നടക്കുന്ന സ്കാനിങ്ങിലും മറ്റ് കാര്യങ്ങളിലും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചവർ, അല്ലാഹുവേ, എൻ്റെ കയ്യിൽ സ്വർണങ്ങൾ തന്നവർ, അഹ്ലു ബൈത്തിന് വേണ്ടി, വീട് നിർമ്മാണത്തിന് വേണ്ടി അല്ലാഹ് എന്ന് ഉള്ളാളം ദർഗയിൽ വെച്ച് സ്വർണത്തിന്റെ മോതിരം തന്നവർ, അല്ലാഹുവേ, ഒരു സയ്യിദിന്റെ കയ്യിൽ ആയിഷ എന്ന് പറയുന്ന ഉമ്മ, ആ ഉമ്മ മരിക്കുമ്പോ 2 ചിറ്റുകൾ എടുത്തു വെച്ച് അഹ്ലു ബൈത്തിന്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി എടുത്തു വെച്ച ചിറ്റുകൾ എൻ്റെ കയ്യിലേക്ക് അഴിച്ചു തന്ന് അത് എത്തിച്ചവർ, അല്ലാഹുവേ, അങ്ങനെ എത്രയെത്ര ആളുകളാണ്. ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങള് നമ്മുടെ ഖുതുബിയത്തിന്റെ മജ്ലിസിലേക്ക് ആടുനേർച്ചയാക്കിയവർ, അതിന്റെ ക്യാഷ് അയച്ചു തന്നവർ, അല്ലാഹുവേ, അതിന്റെ ക്യാഷ് അയച്ചവർ, യാ അല്ലാഹ്, വിഷമങ്ങൾ പറഞ്ഞവർ, പ്രയാസങ്ങൾ പറഞ്ഞവർ, ബുദ്ധിമുട്ടുകൾ പറഞ്ഞവർ, അല്ലാഹുവേ, നീ പരിഹരിക്കണേ അല്ലാഹ്. നീ പരിഹരിക്കണേ അല്ലാഹ്. നീ പരിഹരിക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സമാധാനത്തിലാക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. എന്തെല്ലാം നീറുന്ന നിരവധി പ്രശ്നങ്ങളാണോ അല്ലാഹുവേ, ശിഫയുടെ മജ്‌ലിസാണല്ലോ. എത്രയോ ആളുകൾക്ക് ശിഫ ലഭിക്കാൻ കാരണമായ മജ്‌ലിസാണല്ലോ. അല്ലാഹുവേ നീ എല്ലാവർക്കും ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മദനീയത്തിന്റെ പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്ന മുതഅല്ലിമായ സുഹൃത്ത് അല്ലാഹുവേ, അതേ കല്ലിന്റെ പ്രയാസമുണ്ട്, ഇപ്പോളേ കിഡ്നിയിൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നു. അല്ലാഹുവേ മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ അല്ലാ. ആ രോഗം എന്നേക്കുമായി മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് നീ മായിച്ച് കളയണേ അല്ലാ. നീ മായിച്ച് കളയണേ അല്ലാ. നീ മായിച്ച് കളയണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ജബ്ബാർ അഹ്സനി ഉസ്താദ് അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. റാഹത്ത് നീ നൽകണേ അല്ലാ. ടെൻഷൻ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഹൈ പ്രഷറിന്റെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ നീ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ നിലക്കുമുള്ള റാഹത്ത് നീ നൽകണേ അല്ലാ. ഇനിയും ദർസ് നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഇൽമു പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് മെസ്സേജ് അയച്ചവർ, വസിയത്ത് കൊണ്ട് ഞങ്ങളുടെ വാട്സപ്പിൽ വന്ന് പറഞ്ഞവർ, ഞങ്ങൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞവർ, അല്ലാഹുവേ വടകരക്കടുത്ത് നിന്ന് യാ അല്ലാ 8000 രൂപ എടുത്തു വച്ചിട്ടുണ്ട്, അങ്ങനെ ആ വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ എൻ്റെ ഉമ്മാന്റെ കയ്യിൽ വന്ന് അഹ്ലു ബൈത്തിന്റെ വീട് നിർമ്മാണത്തിന് ക്യാഷ് കയ്യിൽ ഏൽപ്പിച്ചവരെ യാ അല്ലാ, അല്ലാഹുവേ കോഴിക്കോട് നിന്ന് ഒരു ഉമ്മ പ്രത്യേകം വിളിച്ച് എൻ്റെ ഉമ്മാനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത വിഷയങ്ങളെ അല്ലാഹുവേ വേറെ പലരും കവറുകൾ ഏൽപ്പിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഉമ്മാനോട് ദുആ ഇറക്കണമെന്ന് പറഞ്ഞവരെ അല്ലാഹുവേ എല്ലാവരെയും നിനക്ക് അറിയാമല്ലോ അല്ലാ. അല്ലാഹുവേ കൊടകിലെ ഒരു സഹോദരി ഇന്ന് ഇവിടെ വന്നിരുന്നു, മക്കളില്ല, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ്. അല്ലാഹുവേ മദനിയത്തിന് ഖിദ്മത്ത് എടുത്ത കാന്തപുരത്തുള്ളൊരു സഹോദരി വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ല, പ്രയാസങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അങ്ങനെ എത്രയോ ആളുകൾ വലിയ വിഷമങ്ങളിലും പ്രയാസങ്ങളിലുമാണല്ലോ അല്ലാ. അല്ലാഹുവേ നീ പരിഹരിക്കണേ അല്ലാ. നീ പരിഹരിക്കണേ അല്ലാ. നീ പരിഹരിക്കണേ അല്ലാ. കാമിലായ ആജിലായ പരിഹാരം നീ നൽകണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. സമാധാനത്തിലാക്കണേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. ഖായിവാക്കി മടക്കല്ലേ അല്ലാ. اللهم إنا نسألك بحق